ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഹെയർ ഓയിലാണ്. അപ്പോഴേ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. കീഴാർനെല്ലി, മൈലാഞ്ചി, തുളസി, വെളിച്ചെണ്ണ എന്നിവ ചേർത്താണ് ഞാൻ ഇന്ന് ഇവിടെ ഓയിൽ തയ്യാറാക്കുന്നത്. ഈ പച്ചമരുന്നുകളുടെ ഓരോ ഗുണവും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. കീഴാർനെല്ലി, മൈലാഞ്ചി, തുളസി എന്നിവ ചേർത്ത് തയ്യാറാക്കിയ ഹെയർ ഓയിൽ മുടി സംരക്ഷണത്തിന് വളരെ മികച്ചതാണ്. ഈ എണ്ണയുടെ പ്രധാന ഗുണങ്ങളെ നമുക്ക് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. കീഴാർനെല്ലി സ്റ്റോൺ ബ്രേക്കർ എന്നാണ് ഇംഗ്ലീഷ് നാമം. കീഴാർനെല്ലി വെറും ഒരു മരുന്നല്ല, മുടിയുടെ ആരോഗ്യത്തിന് ഇതൊരു മാജിക് തന്നെയാണ്. മുടി കൊഴിച്ചിൽ തടയുന്നു. തലയോട്ടിയിലെ ചൂട് കുറച്ച് മുടിവേരുകളെ ബലപ്പെടുത്താൻ കീഴാർനെല്ലി സഹായിക്കും. അകാലനരയ്ക്ക് പരിഹാരം. മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താൻ ഇതിലെ ഘടകങ്ങൾ സഹായിക്കുന്നു. കരളിൻ്റെ ആരോഗ്യം. ആയുർവേദ പ്രകാരം കരളിൻ്റെ ആരോഗ്യം മുടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴാർനെല്ലി രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ മുടിക്ക് തിളക്കം നൽകുന്നു. ഇനിയും നമുക്ക് തുളസിയെക്കുറിച്ച് നോക്കാം. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. തുളസി. ഔഷധങ്ങളുടെ രാജ്ഞിയായ തുളസി തലയോട്ടിയുടെ ശുചിത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. താരൻ അകറ്റുന്നു. തലയോട്ടിയിലെ ഫംഗസ് ബാധകളെ തുളസി ഫലപ്രദമായി പ്രതിരോധിക്കും. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. തലയോട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുമ്പോൾ തുളസിയുടെ ഗുണം രക്തയോട്ടം കൂട്ടുകയും പുതിയ മുടികൾ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. പേൻ ശല്യം കുറയ്ക്കുന്നു. തുളസിയുടെ ഗന്ധവും ഗുണങ്ങളും പേൻ ശല്യം കുറയ്ക്കാൻ സഹായിക്കും. ഇനിയും നമുക്ക് മൈലാഞ്ചിയെക്കുറിച്ച് നോക്കാം. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. മൈലാഞ്ചി എന്നും ഇംഗ്ലീഷിൽ ഹെന്ന എന്നും അറിയപ്പെടുന്നു. മൈലാഞ്ചി വെറും കളറിന് വേണ്ടിയുള്ളതല്ല, അതൊരു മികച്ച കണ്ടീഷണർ കൂടിയാണ്. നാച്ചുറൽ കണ്ടീഷണർ. മുടിക്ക് നല്ല മൃദുത്വവും തിളക്കവും നൽകാൻ മൈലാഞ്ചി സഹായിക്കും. തലയോട്ടിയിലെ അണുബാധ. ഇതിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ താരൻ അകറ്റാനും തലയോട്ടിയിലെ ചൊറിച്ചിൽ മാറ്റാനും സഹായിക്കുന്നു. മുടിക്ക് കട്ടി വർദ്ധിപ്പിക്കുന്നു. ഓരോ മുടിയിഴകളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് വഴി മുടിക്ക് കൂടുതൽ ഉള്ളുണ്ടെന്ന് തോന്നിപ്പിക്കും. ഈ ഓയിൽ തേക്കുന്നത് വഴി തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അതോടൊപ്പം സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും. ഇനിയും നമുക്ക് ഓയിൽ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോഴേ അതിനായിട്ട് ഞാൻ കീഴാർനെല്ലി, തുളസി, മൈലാഞ്ചി ഇവ പറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോഴേ മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഒന്ന് ഊരിയെടുക്കണം. കമ്പോട് കൂടിയാണ് ഞാൻ ഇവിടെ ഒടിച്ചിരിക്കുന്നത്. ഇപ്പം ചിലന്തി വലയോ കീടങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ആദ്യം ഇന്ന് ഇലകളെല്ലാം പിച്ചിയെടുക്കാം. അതിനുശേഷം വൃത്തിയായി കഴുകണം. ഇപ്പോഴേ 2-3 പ്രാവശ്യം ഞാൻ ഇവിടെ ഇല പറിച്ചെടുത്ത ശേഷം വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്.
ഞാനിവിടെ ഇടുകനെല്ലിയും മൈലാഞ്ചിയും തുളസി ഇലയും നന്നായി വൃത്തിയായി കഴുകിയെടുത്തു. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഈ ഇലയും തണ്ടും ഒക്കെ ആയിട്ട് കിടന്നാൽ അരഞ്ഞു വരത്തില്ല. അതിന് ഞാൻ ചീര അരിയുന്നത് പോലെ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ്. നുറുക്കിയെടുത്ത ശേഷം 1, 2, 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. അതായത് കൊപ്ര ഉണങ്ങി ആട്ടിയ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ ഒന്ന് ചതച്ച് വാരിയെടുക്കുക. പൂർണ്ണമായിട്ടും അരയണ്ട. എന്നിട്ട് ഇതിൻ്റെ നീര് നന്നായി 2-3 പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീര് ഞെക്കി പിഴിഞ്ഞപ്പോഴത്തേനും കൈ നന്നായി ചുമന്നിരുന്നു. അപ്പം മൈലാഞ്ചിയുടെ നിറമാണ്. ഇത്രയ്ക്ക് നല്ല മൈലാഞ്ചിയാണത്. സാധാരണ മൈലാഞ്ചിയുടെ കൂട്ടുള്ള മൈലാഞ്ചി അല്ലത്. ഒരു സൈസ് ചെറിയ മുള്ളുകളോടുകൂടിയുള്ള മൈലാഞ്ചിയാണത്. ഇപ്പോഴേ ഇത് ഇത് നല്ല ചുമപ്പ് നിറമാകുന്നത് കൊണ്ട് ഞാൻ പ്രത്യേകം ഇതിൻ്റെ കമ്പ് കൊണ്ട് വെച്ച് നട്ടുപിടിപ്പിച്ചതാണ് ഇവിടെ. ഇപ്പം സാധാരണ മൈലാഞ്ചി ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഉണങ്ങിപ്പോയി. അതിത്രയും കളറൊന്നും ആകത്തില്ല. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള മൈലാഞ്ചിയാണ്. മൈലാഞ്ചി തന്നെ ഉണ്ട് 1-2 വിധമുള്ളത്. അപ്പോഴേ നമ്മുടെ എണ്ണ നമുക്ക് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അര കിലോ അല്ല, സോറി, 1/2 ലിറ്റർ. 1/2 ലിറ്റർ വെളിച്ചെണ്ണ. കിലോ എന്ന് പറഞ്ഞത് ക്ഷമിക്കണം. 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഒഴിച്ച് അതൊന്ന് ചെറുതായി ഒന്ന് ചൂടായപ്പോൾ നമ്മൾ ഞെക്കിപ്പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമരുന്നിൻ്റെ ജ്യൂസ് ഇതിലൊഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കൈവിടാതെ ഇളക്കുക. അപ്പോഴേ ഇന്ന് തിളച്ച ശേഷം തീയെ വളരെ കുറച്ചിട്ട് നന്നായി ഇളക്കി വറ്റിക്കുക. അപ്പോഴേ ഈ പതഞ്ഞ് വരുന്ന ഈ പതയുണ്ടല്ലോ, ആ പദം മൊത്തം അടങ്ങി കഴിയുമ്പോഴാണ് അത് പാകമാകുന്നത്. അതല്ലാതെ പാകമാകുന്നത് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതിൻ്റെ അകത്തു നിന്ന് ഇതിൻ്റെ കക്കനെന്ന് പറയും, അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ, കയ്യിൽ വെച്ച് നോക്കുമ്പോൾ മണൽ പരുവം, അതായത് ഉമ്മിയുടെ കരി എങ്ങനെ ഇരിക്കും അതേമാതിരി ആകും. അപ്പോഴാണ് ഇത് പാകമാകുന്നത്. അപ്പം പാകമാകാതെ നമ്മൾ തേച്ചാലും നമ്മുടെ മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. പാകം കൂടിപ്പോയാലും മുടി കൊഴിയാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇതിന് നല്ല പാകത്തോടു കൂടി ഇത് കാച്ചി വയ്ക്കണം. അപ്പോഴേ ഇത് നമുക്ക് കാച്ചാം. ഇപ്പോഴേ തുടർച്ചയായി ഞാൻ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നൂടെ ഞാൻ പറഞ്ഞു തരാം. ഉപയോഗക്രമം: ആഴ്ചയിൽ 2-3 തവണ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കുക. യാതൊരു കെമിക്കലുകൾ ഒന്നുമില്ലാത്തതിനാൽ പാർശ്വഫലങ്ങൾ പേടിക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. അപ്പോഴേ നമ്മുടെ ഓയിൽ ഇവിടെ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. അതായത് 3/4 ഭാഗത്തോളം ഇത് പാകമായിട്ടുണ്ട്. ഇനിയും സ്വല്പം നേരം കൂടെ ഇരുന്നാൽ ഇത് തയ്യാറാകും. അപ്പോഴേ തീർത്തും സിമ്മിലാക്കുക. തീയെ വളരെ താഴ്ത്തി വയ്ക്കുക. അപ്പം തിളച്ച് കഴിഞ്ഞപ്പോഴേ മീഡിയം പരുവത്തിലാക്കിയിരുന്നു നമ്മൾ തീയെ. അത് തീർത്തും താഴ്ത്തി വയ്ക്കുക. ഇവിടെ ഇത് പാകമാകുന്നതിന് തൊട്ട് മുൻപ് തീ ഓഫ് ചെയ്യുക. അതായത് ഇരുമ്പ് ചീനിച്ചട്ടിയിലിരുന്ന് ഇത് പാകമായിക്കൊള്ളും. ഈ എണ്ണയ്ക്ക് അധികം പച്ചനിറമൊന്നുമില്ല. മൈലാഞ്ചിയുടെ ചുമപ്പും ഇഴുകാനെല്ലിയുടെ
ഇളം പച്ച നിറവും തുളസിയുടെ ചുമന്ന നീരല്ലേ, നമ്മളെ കറുപ്പ് ചുവപ്പാണ് എൻ്റെ ജ്യൂസ് വരുന്നത്. ആ നീരെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു കളറാണ് ഇതിന് കിട്ടുന്നത്. അല്ലാതെ നല്ല പച്ച നിറമുള്ള ഓയിലല്ലിത്. ഇപ്പോഴേ ഗുണത്തിലെന്നാൽ ഏറ്റവും പ്രഗത്ഭൻ തന്നെയാണ് ഈ ഓയിൽ. മുടി വളരുന്നതിനും താരൻ പോകുന്നതിനും എല്ലാത്തിനും ഉത്തമമാണ് ഈ ഓയിൽ. ഇപ്പോഴേ നമ്മുടെ ഓയിൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. കണ്ടോ, ഈ നിറമാണ് ഓയിലിന് കിട്ടുന്നത്. ഇപ്പം പതയൊന്ന് അടങ്ങാൻ പോവുകയാണ്. തയ്യാറായി ഇത്. ഇപ്പോഴേ ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ആറി തണുത്തതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിലാണ് ഞാൻ സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഇപ്പോഴേ ഇത് ആറി തണുത്തിട്ടുണ്ട്. ചില്ല് കുപ്പിയിലേക്ക് ഓരോ തവിയും ഓരോ സ്പൂണ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് അരിച്ചെടുക്കാം. കണ്ടോ, ഇതാണ് ഉമുക്കരി പരുവം എന്ന് പറയുന്നത്. വിരലിലിട്ട് ഇങ്ങനെ ഞെരുക്കി നോക്കുമ്പോഴേ തരികളെല്ലാം നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അല്ലെങ്കിൽ അത് പൊടിയും. അതാണ് പരുവം. അപ്പോഴേ ഈ കുപ്പിയിൽ ഞാൻ സൂക്ഷിച്ച് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ഇതുപോലൊരു ഓയിൽ ഉണ്ടാക്കി നിങ്ങളുടെ കുട്ടികളെയും തേപ്പിക്കുക, അതുപോലെ നിങ്ങളും തേക്കുക. അപ്പോഴേ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനിയും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.